ഇപ്പോൾ അതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മളുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ വിഷയത്തിൽ നമ്മൾ ഒരു രാജ്യത്തെയും ഇടപെടുവിച്ചിട്ടില്ല ഇതിനു മുൻപ്. ഇന്ദിരാഗാന്ധിയൊക്കെ വളരെ ധീരമായ നിലപാടെടുത്തിട്ടുള്ളതാണ്. പലതവണ കത്തുകൾ എഴുതിയതാണ്. നിങ്ങൾ യജമാനന്മാരായൊന്നും നിങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നതടക്കം അവർ ധീരമായ നിലപാടെടുത്തതാണ്. അപ്പോൾ ഇവിടെ ഇതെങ്ങനെയാണ് ഈ തരത്തിലേക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്നലെ ഈ വിഷയം ആദ്യം പുറത്തു വന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഒരു ട്വീറ്റിലൂടെയാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണ് നമ്മളൊക്കെ ഈ വിവരം അറിയുന്നത്. അതെന്തുകൊണ്ട് അതങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യം, അത് ഉത്തരം നൽകേണ്ടുന്നൊരു ചോദ്യമല്ലേ കേണൽ ഡിന്നി? തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം സർക്കാർ നൽകേണ്ട കാര്യം തന്നെയാണ്. അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ ഓൾറെഡി മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറഞ്ഞത്, ഇത് അതിൻ്റെ അവരുടെ മെസ്സേജ് തന്നെ ഉണ്ട് അതിനകത്ത്. അതായത് ഇത് ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു തീരുമാനമാണ്. ഇതിനകത്ത് എക്സ്റ്റേണലായിട്ട് ആരുടെയും ഇടപെടൽ നമ്മൾ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ ഒരു ചർച്ചയ്ക്കും ഒരു എഗ്രിമെൻറ്റും ഇല്ല. അതുപോലെ തന്നെ വേറെ ന്യൂട്രൽ സ്ഥലത്ത് പോയി ചർച്ച ചെയ്യുന്ന ഒന്നും നമ്മൾ എഗ്രി ചെയ്തിട്ടില്ല എന്ന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഓൾറെഡി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒക്കെ ഇന്നലെ തന്നെ വന്ന പ്രസ്താവനയിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അമേരിക്ക എന്തുകൊണ്ടാണ് ഇതിലൊരു അവരുടെ ഒരു ലീഡർഷിപ്പാണ് ഇതിൽ എത്തിച്ചത് എന്ന തരത്തിൽ ഇത് 2 തവണയാണ്. ഇന്നിപ്പോൾ രാവിലെ വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരുന്നത് താങ്കൾ കണ്ടല്ലോ. അതിൽ പറയുന്നത് കൃത്യമായി തന്നെ ഇതിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഐ എം പ്രൗഡ് ദാറ്റ് ദി USA വാസ് ഏബിൾ to help you arrive at this historic and heroic decision. ഇതാണ് അതിലുള്ള ഒരു വരി. ഇത് കുറച്ച് നീളമുള്ളതുകൊണ്ടാണ് ഞാനത് തപ്പിയെടുക്കുകയായിരുന്നു. അപ്പോൾ അത് അമേരിക്കയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, അമേരിക്ക സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതിനർത്ഥം എന്താണ്? ഈ വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷി അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രം ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയല്ലേ? അതാണ് ചോദ്യം. അതിനകത്ത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം ഭാരതവും പാകിസ്ഥാനും തമ്മിലാണല്ലോ ഈ വിഷയം നടക്കുന്നത്. ഭാരതത്തിൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയിരുന്നു. നമ്മളിത് യുദ്ധത്തിലേക്ക് പോകാൻ തയ്യാറല്ല, നമ്മളിത് നോൺ എസ്കലേറ്ററി ആണെന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ എപ്പം നിർത്തുന്നോ നമ്മൾ നിർത്താൻ തയ്യാറാണെന്ന് നമ്മൾ ഫസ്റ്റ് ദിവസത്തോട്ട് പറഞ്ഞു. പാകിസ്ഥാന് ഈ കാര്യം ബോധ്യപ്പെടുത്തേണ്ടുള്ളത് അവരാരെങ്കിലും കാല് പിടിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും അടുത്ത് മധ്യസ്ഥയ്ക്ക് വരാൻ ചോദിക്കുകയോ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ എഗ്രി ചെയ്യുകയാണല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അപ്പോൾ പാകിസ്ഥാൻ പക്ഷെ അങ്ങനല്ല. പാകിസ്ഥാൻ നിരന്തരമായിട്ട് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു എക്സിറ്റ് വേണം. അപ്പോൾ അവർ US പിടിക്കുകയോ അല്ലെങ്കിൽ ചൈനയെ പിടിച്ചോ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവർ US പറഞ്ഞ് കേട്ടു. നേരത്തെ ഒരു ബാലിശമായിട്ടുള്ള കാര്യമെന്നാണ് ഈ IMF ലോൺ. $1 ബില്യൺ വാല്യൂ എന്താണെന്ന് പാകിസ്ഥാൻ നന്നായിട്ട് അറിയാം. അവരുടെ ആകെയുള്ള ഇപ്പോഴത്തെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറഞ്ഞാൽ ഏകദേശം $3 ബില്യൺ മാത്രമാണ്. അത് 15 ദിവസം കഴിഞ്ഞാൽ 20 ദിവസത്തിൽ മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 1 ബില്യൺ എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് ലൈനാണത്. ആ ലൈഫ് ലൈൻ കിട്ടണമെങ്കിൽ അവർ കാല് പിടിച്ചേ പറ്റത്തുള്ളൂ അമേരിക്കയുടെ. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇതിന് മുൻപും ചെയ്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അപ്പോഴും തന്നെ ഉദാഹരണം പറഞ്ഞത്. കാർഗിൽ യുദ്ധ സമയത്തും അവർ പോയി കാല് പിടിച്ചിരുന്നു അമേരിക്കയുടെ. ബാലക്കോട്ട് സമയത്തും പോയി കാല് പിടിച്ചിരുന്നു അമേരിക്കയുടെ. അപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഇത് ആദ്യമായിട്ടല്ല അവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇനി എന്തിനാണ് നമ്മൾ രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് നമ്മൾ ഓപ്പറേഷൻ ബ്രാസ് ടാക്ക് ചെയ്തിരുന്നു. അത് വലിയൊരു എക്സസൈസ് മാറി അവസാനം അമേരിക്കയുടെ കാല് പിടിച്ചിട്ടാണ് ഭാരതിനെ കൊണ്ട് അത് പിന്മാറി. അതായത് നിങ്ങൾ അങ്ങനത്തേക്ക് പോകണ്ട എന്നുള്ള രീതിയിലേക്കൊക്കെ വന്നത്. സോ ഇതൊരു സ്ഥിരം സ്ട്രാറ്റജിയാണ് പാകിസ്ഥാൻ്റെ. അവർ തുടങ്ങും, അവർക്ക് അറിയത്തില്ല എങ്ങനെ, പിന്നെ ആരെങ്കിലും പോയി കാല് പിടിക്കും. അപ്പോൾ അവർ പോയി കാല് പിടിക്കുന്നതിന് ഉത്തരവാദിത്വം നമ്മളല്ല. പിന്നെ ഈ ട്രംപിനെ കുറിച്ച് നമ്മൾ എന്താ പറയുക? ട്രംപാണ്, അറിയാമല്ലോ. ട്രംപിൻ്റെ കാര്യങ്ങൾ, ട്രംപ് എന്തോ ചെയ്യുന്നത് അവരുടെ രാജ്യത്ത് തന്നെ ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്.